മുംബൈ നഗരത്തിന്റെ ആകാശത്തെ മുട്ടി നിൽക്കുന്ന സിംഗാനിയ ടവേഴ്സ്. നഗരത്തിലെ ഏത് മുക്കിലും മൂലയിലും നിൽക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന ആ കെട്ടിടം വെറുമൊരു നിർമ്മിതിയല്ല, മറിച്ച് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു. ആ കെട്ടിടത്തിന്റെ 60-ാം നിലയിലുള്ള വിശാലമായ ഓഫീസ് മുറിയിൽ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് നോക്കി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ദേവൻഷ് സിംഗാനിയ. 30 വയസ്സിനുള്ളിൽ തന്നെ ഇന്ത്യയിലെ ബിസിനസ് ലോകം ഒന്നടങ്കം ഭയക്കുന്ന പേരായി ദേവൻഷ് മാറിയിരുന്നു. സിംഗാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ അധിപൻ. ദേവൻഷ് ഒരു പേപ്പറിൽ ഒപ്പിട്ടാൽ മതി, പിറ്റേന്ന് ഷെയർ മാർക്കറ്റിൽ കോടികളുടെ മറിയിൽ സംഭവിക്കും. കറുത്ത സ്യൂട്ടും വില കൂടിയ റോളക്സ് വാച്ചും ധരിച്ച ആ യുവാവ് ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്ന പുരുഷനായിരുന്നു. അവന്റെ ഓഫീസിന് മുന്നിൽ ദിവസവും ഡസൻ കണക്കിന് വിവാഹാലോചനകൾ വരാറുണ്ട്. വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെയും രാഷ്ട്രീയക്കാരുടെയും മക്കൾ ദേവൻഷിന്റെ ജീവിത പങ്കാളിയാകാൻ കാത്തുനിന്നു. എന്നാൽ ആ ഗ്ലാസ് ഭിത്തിക്കുള്ളിൽ ദേവൻഷ് തികച്ചും ഒറ്റപ്പെട്ടവനായിരുന്നു. പുറമേ കാണുന്ന ഈ തിളക്കം ഉള്ളിൽ അവനെ ശ്വാസം മുട്ടിച്ചു. ജനൽ ചില്ലിലൂടെ താഴെ ഉറുമ്പുകളെ പോലെ ഓടുന്ന മനുഷ്യരെ നോക്കി അവൻ ആഴത്തിൽ ചിന്തിച്ചു. സാർ, അടുത്ത ബോർഡ് മീറ്റിംഗിന് സമയമായി. ജർമ്മൻ ക്ലയന്റുകൾ വെയിറ്റ് ചെയ്യുന്നു. അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഗന്ന സാവധാനം വാതിലിനടുത്ത് വന്ന് പറഞ്ഞു. ദേവൻഷ് ഒന്ന് മൂളി. അവൻ തന്റെ വലിയ കസേരയിൽ വന്നിരുന്നു. മീറ്റിംഗുകൾ, കോടികളുടെ ഡീലുകൾ, അഭിനന്ദനങ്ങൾ, ഇതൊക്കെയും അവന് മടുത്തിരുന്നു. മീറ്റിംഗിനിടയിലും അവന്റെ മനസ്സ് മറ്റൊരു ചിന്തയിലായിരുന്നു. തനിക്ക് ചുറ്റുമുള്ളവർ തന്നെ സ്നേഹിക്കുന്നത് ശരിക്കും തന്നെയാണോ, അതോ തന്റെ കയ്യിലുള്ള പണത്തെയും സിംഗാനി എന്ന വിലാസത്തെയുമാണോ? ആ രാത്രി ദേവൻഷ് തന്റെ ആഡംബര ബംഗ്ലാവിലെ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. കയ്യിലുള്ള വൈൻ ഗ്ലാസിലേക്ക് നോക്കി അവൻ തന്നോട് തന്നെ ചോദിച്ചു, ഈ പണമൊക്കെ പോയാൽ പിന്നെ ദേവൻ സിംഗാനി ആരാണ്? ഒരു സാധാരണ മനുഷ്യൻ മാത്രം. അന്ന് എന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ? എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുമോ? അവന്റെ ചിന്തകൾ അവനെ ഒരു സാഹസികമായ തീരുമാനത്തിലേക്ക് നയിച്ചു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സ്വന്തം കുടുംബം പോലും അറിയാത്ത ഒരു പരീക്ഷണം. പണത്തിന്റെ തിളക്കമില്ലാതെ, അധികാരത്തിന്റെ സ്വാധീനമില്ലാതെ ഒരു വെറും സാധാരണക്കാരനായി ജീവിക്കുക. അല്ല, അതിലും താഴെ ഒരു ഭിക്ഷക്കാരനായി തെരുവിലേക്ക് ഇറങ്ങുക. പിറ്റേന്ന് പുലർച്ചെ തന്നെ ദേവൻസ് തന്റെ മാറ്റങ്ങൾ തുടങ്ങി. ആരും കാണാതെ അവൻ തന്റെ ആഡംബര വസ്ത്രങ്ങൾ അഴിച്ചുവെച്ചു. പകരം എവിടെ നിന്നോ സംഘടിപ്പിച്ച മുഷിഞ്ഞതും കീറിയതുമായ ഒരു കുർത്തയും പൈജാമയും ധരിച്ചു. മുഖത്തെ മിനുസം മറയ്ക്കാൻ അവൻ താടി വടിക്കുന്നത് നിർത്തി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തനിക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൻ മാറിയിരുന്നു. ഇന്നു മുതൽ നീ ദേവൻ സിംഗാനിയല്ല, അവൻ കണ്ണാടിയിലെ പ്രതിരൂപത്തോട് പറഞ്ഞു. നീ വെറും ഒരു ദേവൻ മാത്രമാണ്, ആരും അറിയാത്ത, ആർക്കും വേണ്ടാത്ത ഒരുവൻ. അവൻ തന്റെ ഐഡന്റിറ്റി കാർഡുകളും മൊബൈൽ ഫോണും ക്രെഡിറ്റ് കാർഡുകളും എല്ലാം ഒരു രഹസ്യ ലോക്കറിൽ വെച്ചു. കയ്യിൽ ഒരു രൂപ പോലും എടുക്കാതെ വെറും ഒരു പഴയ പുതപ്പും ഒരു മൺപാത്രവുമായി അവൻ തന്റെ ബംഗ്ലാവിലെ പിൻവാതിൽ വഴി പുറത്തിറങ്ങി. സെക്യൂരിറ്റിക്കാർ പോലും ആ ഭിക്ഷക്കാരനെ തിരിച്ചറിഞ്ഞില്ല. അവനെ അവർ ആട്ടിയകറ്റി. ദേവൻഷ് മനസ്സിൽ ചിരിച്ചു. അവന്റെ പരീക്ഷണം വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ കവലകളിൽ ഒന്ന് സൺസെറ്റ് പോയിന്റിൽ എത്തിച്ചേർന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ റോഡിലെ ടാറിന്റെ ഗന്ധം അവനെ ബുദ്ധിമുട്ടിച്ചു. ഒരിക്കൽ AC കാറുകളിൽ മാത്രം യാത്ര ചെയ്തിരുന്ന അവൻ ഇന്ന് നഗ്നപാതനായി ആ കത്തുന്ന റോഡിലൂടെ നടന്നു. ഒടുവിൽ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ അവൻ തന്റെ പഴയ പുതപ്പ് വിരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവനെ കടന്നുപോയി. ആരും അവനെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. ചിലർ അവനെ പുച്ഛത്തോടെ നോക്കി മുഖം തിരിച്ചു. ചിലർ ജോലിക്ക് പോയിക്കൂടടോ എന്ന് പറഞ്ഞ് ശകാരിച്ചു. വിശപ്പ് അവനെ തളർത്താൻ തുടങ്ങി. വയറ്റിൽ തീ കത്തുന്നത് പോലെ തോന്നിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ആഡംബര ഹോട്ടലുകളിൽ നിന്ന് വരുന്ന മണം അവനെ കൊതിപ്പിച്ചു. പണ്ട് ഓർഡർ ചെയ്ത ഭക്ഷണം പോലും പാഴാക്കി കളഞ്ഞിരുന്ന താൻ ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിനായി മറ്റുള്ളവരുടെ കാരുണ്യം കാത്തു നിൽക്കുന്നു. അന്ന് വൈകുന്നേരം വരെ അവന് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. ദാഹം കൊണ്ടും തൊണ്ട വരണ്ടു തുടങ്ങി. ആ വലിയ നഗരത്തിൽ താൻ എത്രത്തോളം നിസ്സാരനാണെന്ന് ദേവൻഷ് മനസ്സിലാക്കി. പണമില്ലാത്തവന് ഈ ലോകത്ത് യാതൊരു വിലയുമില്ലെന്ന് അവൻ സ്വയം ഓർത്തു. പെട്ടെന്നാണ് ആ കവലയുടെ ഒരു വശത്ത് ഒരു തള്ളുവണ്ടി വന്ന് നിന്നത്. ആ വണ്ടിയിൽ നിന്ന് സുഗന്ധമുള്ള മസാലകളുടെയും ചായയുടെയും മണം ഉയർന്നു. ദേവൻഷ് സാവധാനം അങ്ങോട്ട് നോക്കി. ഒരു പെൺകുട്ടി വളരെ വേഗത്തിൽ അവിടെ അടുപ്പുകൾ കത്തിക്കുകയും സാധനങ്ങൾ അടുക്കി വെക്കുകയും ചെയ്യുന്നു. അവളുടെ മുഖത്ത് കഠിനാധ്വാനത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു തരം സമാധാനം തെളിഞ്ഞു നിന്നു. അവളായിരുന്നു അനന്യ. ഈ വലിയ നഗരത്തിലെ തിരക്കുകളിൽ തന്റെ കുടുംബത്തിന് വേണ്ടി പോരാടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി. പണത്തിന്റെ ലോകത്ത് നിന്ന് വന്ന ദേവൻഷും ജീവിതത്തോട് പൊരുതുന്ന അനന്യയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആദ്യ നിമിഷമായിരുന്നു അത്. എന്നാൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ കുറിച്ച് അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ദേവൻഷ് തന്റെ മൺപാത്രത്തിലേക്ക് നോക്കി. അത് ശൂന്യമായിരുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ വിരിഞ്ഞു. സൂര്യൻ മുംബൈ നഗരത്തിന്റെ പടിഞ്ഞാറൻ കടലിൽ താഴ്ന്നു തുടങ്ങിയിരുന്നു. ആകാശത്ത് ചുവപ്പും ഓറഞ്ച് കലർന്ന നിറങ്ങൾ പടർന്നു. പക്ഷേ സൺസെറ്റ് പോയിന്റ് കവലയിൽ ഇരിക്കുന്ന ദേവൻഷിന് ആ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അവന്റെ വയറ്റിൽ വിശപ്പിന്റെ തീ ആളി കത്തുകയായിരുന്നു. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അവന് സാധിച്ചിട്ടില്ല.
ഒരിക്കൽ മിനറൽ വാട്ടർ മാത്രം കുടിച്ചിരുന്ന ദേവൻഷ് ഇന്ന് വഴിയരികിലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും മടിച്ചു നിന്നു. കവലയിലെ തിരക്ക് കൂടി വന്നു. വില കൂടിയ കാറുകൾ അവന് മുന്നിലൂടെ ഹോൺ മുഴുകി പാഞ്ഞുപോയി. ആ കാറുകളിൽ ഒന്നിൽ തന്റെ ബിസിനസ് എതിരാളികളോ സുഹൃത്തുക്കളോ ഇരിക്കുന്നുണ്ടാകുമെന്ന് അവൻ ഓർത്തു. ഒരു പക്ഷേ അവർ തന്നെ ഈ വേഷത്തിൽ കണ്ടാൽ തിരിച്ചറിയുമോ? ഇല്ല, ഈ ലോകം മനുഷ്യരെയല്ല, അവരുടെ വസ്ത്രങ്ങളെയാണ് നോക്കുന്നത്. ദേവൻഷിന്റെ കണ്ണുകൾ അനന്യയുടെ തള്ളുവണ്ടിയിലായിരുന്നു. അവൾ വളരെ തിരക്കിലായിരുന്നു. ഓഫീസിൽ നിന്ന് മടങ്ങുന്നവർ അവളുടെ കടയ്ക്ക് ചുറ്റും കൂടി നിന്നു. ചൂടുള്ള വടപ്പാവുകളും സമോസകളും ചായയും വലിയ വേഗത്തിൽ അവൾ വിളമ്പിക്കൊണ്ടിരുന്നു. അവളുടെ കൈകൾ ചടുലമായി നീങ്ങുന്നുണ്ടായിരുന്നു. ഓരോ ഉപഭോക്താവിനോടും വളരെ മര്യാദയോടും പുഞ്ചിരിയോടും കൂടിയാണ് അവൾ സംസാരിക്കുന്നത്. ദാ പിടിച്ചോ നിന്റെ ചായയും വടപ്പാവും, ചൂടുണ്ട് കേട്ടോ, അനന്യ ഒരു ചെറുപ്പക്കാരന് ഭക്ഷണം നൽകിക്കൊണ്ട് പറഞ്ഞു. ദേവൻഷ് ദൂരെ ഇരുന്ന് അത് നോക്കി നിന്നു. വിശപ്പ് അവനെ തളർത്താൻ തുടങ്ങി. തല കറങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ അവൻ ആ മരത്തിൽ ചാരെ ഒന്നിരുന്നു. തന്റെ മൺപാത്രം മുമ്പിൽ വെച്ച് അവൻ കണ്ണുകൾ അടച്ചു. തന്റെ ഈ തീരുമാനം തെറ്റായി പോയോ എന്നൊരു നിമിഷം അവൻ സംശയിച്ചു. AC മുറി ഇരുന്നു കൊണ്ട് ദാരിദ്ര്യം എന്ന വാക്കിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് അനുഭവിക്കുന്നത് എത്ര കഠിനമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സമയം 9 മണി കഴിഞ്ഞു. കവലയിലെ തിരക്ക് കുറഞ്ഞു തുടങ്ങി. അനന്യ തന്റെ കടയിലെ സാധനങ്ങൾ ഒതുക്കി വെക്കുകയായിരുന്നു. അവശേഷിച്ച വടപ്പാവുകൾ അവൾ ഒരു കടലാസിൽ പൊതിഞ്ഞു. പെട്ടെന്നാണ് അവളുടെ നോട്ടം ആ മരച്ചോട്ടിലിരിക്കുന്ന പുതിയ ഭിക്ഷക്കാരനിൽ പതിഞ്ഞത്. രാവിലെ മുതൽ അവൻ അവിടെ ഉണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു. മറ്റു ഭിക്ഷക്കാരെ പോലെ അവൻ ആരോടും പണം ചോദിക്കുന്നത് അവൾ കണ്ടില്ല. അവൻ അവിടെ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. അനന്യ സാവധാനം ദേവൻഷിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കയ്യിൽ ഒരു ഭക്ഷണപ്പൊതി ഉണ്ടായിരുന്നു. ദേവൻഷ് തലയുയർത്തി നോക്കി. അവളുടെ മുഖത്ത് പരിഹാസമോ പുച്ഛമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം കരുണയും സ്നേഹവുമാണ് അവൻ കണ്ടത്. ഇത് കഴിച്ചോളൂ, രാവിലെ മുതൽ നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, വളരെ സൗമ്യമായ സ്വരത്തിൽ അനന്യ പറഞ്ഞു. ദേവൻഷ് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. കോടിക്കണക്കിന് രൂപയുടെ ദാനം നൽകിയിട്ടുള്ള തനിക്ക് ഇന്ന് ഒരു പെൺകുട്ടി 2 വടപ്പാവ് ദാനം നൽകുന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പൊതി വാങ്ങി. നന്ദി, ദേവൻഷ് വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അവന്റെ ശബ്ദത്തിലെ ഗാംഭീര്യം മറയ്ക്കാൻ അവൻ ശ്രമിച്ചു. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല, വിശന്നിരിക്കുന്നവന് ഭക്ഷണം നൽകുന്നത് കടമയാണ്. നിങ്ങളുടെ പേരെന്താണ്? അനന്യ അവനരികിൽ ഒരല്പം മാറി ഇരുന്നു കൊണ്ട് ചോദിച്ചു. ദേവൻ, അവൻ പറഞ്ഞു. ശരി ദേവൻ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കണ്ടിട്ട് ഈ നഗരക്കാരനാണെന്ന് തോന്നുന്നില്ലല്ലോ. മുഖത്ത് നല്ല തളർച്ചയുണ്ട്. അനന്യയുടെ ചോദ്യങ്ങളിൽ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. ദേവൻ ഒരു കള്ളക്കഥ മെനഞ്ഞു. താൻ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ജോലി തേടി വന്നതാണെന്നും എല്ലാം നഷ്ടപ്പെട്ടതാണെന്നും അവൻ പറഞ്ഞു. അനന്യ അത് വിശ്വസിച്ചു. അവൾ തന്റെ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു തുടങ്ങി. അച്ഛൻ തളർന്ന് കിടപ്പിലാണെന്നും മുത്തശ്ശിക്ക് കണ്ണിന് ശാസ്ത്രക്രിയ വേണമെന്നും അതിനായി പണം കണ്ടെത്താനാണ് താൻ ഈ കച്ചവടം നടത്തുന്നതെന്നും അവൾ പറഞ്ഞു. ഈ നഗരം വലിയ ക്രൂരമാണ് ദേവൻ. ഇവിടെ പണമുള്ളവനെ മാത്രമേ ആളുകൾ ബഹുമാനിക്കൂ. പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് പരസ്പരം സഹായിക്കാതെ ജീവിക്കാനാവില്ല, അനന്യ പറഞ്ഞു. ദേവൻഷ് ആ വടപ്പാവ് കഴിച്ചു. തന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചിയുള്ള ഭക്ഷണം അതായിരുന്നു എന്ന് അവന് തോന്നി. 5 സ്റ്റാർ ഹോട്ടലുകളിലെ വില കൂടിയ വിഭവങ്ങൾക്കൊന്നും നൽകാത്ത ഒരു സംതൃപ്തി ആ ചെറിയ ഭക്ഷണപ്പൊതി അവന് നൽകി. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഇത് പതിവായി മാറി. ഓരോ വൈകുന്നേരവും അനന്യ ദേവൻഷിന് ഭക്ഷണം നൽകും. കച്ചവടം കഴിഞ്ഞ് അവൾ അവനോടൊപ്പം അല്പനേരം സംസാരിക്കും. ദേവൻഷ് ഒരു നല്ല കേൾവിക്കാരനായി. അവളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും അവൻ അറിഞ്ഞു. താൻ ബിസിനസ് മീറ്റിംഗുകളിൽ കേട്ടിട്ടുള്ള കോടികളുടെ ലാഭനഷ്ടത്തെക്കാൾ എത്രയോ വലുതാണ് അവളുടെ ഈ ചെറിയ ജീവിതമെന്ന് ദേവൻഷ് മനസ്സിലാക്കി. ഒരിക്കൽ അനന്യ പറഞ്ഞു. ദേവൻ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നാറുണ്ട്. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒരു സാധാരണക്കാരൻ്റെത് പോലെയല്ല. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നു. ദേവൻഷ് ഒന്ന് പുഞ്ചിരിച്ചു. അവൾ തന്നെ തിരിച്ചറിയുകയാണോ എന്ന് അവൻ ഒന്ന് ഭയന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ സംശയമായിരുന്നില്ല, മറിച്ച് ഒരു പ്രതീക്ഷയായിരുന്നു. അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ദേവൻഷിന്റെ കമ്പനിയിൽ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. ദേവൻ സിംഗാനിയെ കാണാനില്ലെന്ന വാർത്ത പുറത്തു പോകാതിരിക്കാൻ ഗന്ന പരമാവധി ശ്രമിച്ചു. പക്ഷേ കമ്പനിയിലെ യുവ മാനേജറായ ഗ്രിഷബ് ഈ അവസരം മുതലെടുക്കാൻ പദ്ധതിയിട്ടു. ഗ്രിഷബ് അതിബുദ്ധിമാനും എന്നാൽ അത്ര തന്നെ സ്വാർത്ഥനുമായിരുന്നു. ദേവൻഷിന്റെ അഭാവത്തിൽ കമ്പനിയുടെ അധികാരം കൈക്കലാക്കാൻ അവൻ കരുക്കൾ നീക്കി. ഋഷഭ് തന്റെ കാമുകി മയറയോടൊപ്പം ഒരു ആഡംബര ക്ലബിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. മയറ നഗരത്തിലെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകളായിരുന്നു. പണത്തോടും പദവിയോടും മാത്രമായിരുന്നു അവൾക്ക് താല്പര്യം. ദേവൻഷ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല മയറ. ഇത് നല്ലൊരു അവസരമാണ്. കമ്പനിയിലെ ഷെയറുകൾ നമ്മുടെ ഭാഗത്തേക്ക് മാറ്റാൻ എനിക്ക് സാധിക്കും, ഋഷഭ് പറഞ്ഞു. അതൊക്കെ ശരി തന്നെ ഋഷഭ്, പക്ഷെ അനന്യയുടെ കാര്യമോ? നീ ഇപ്പോഴും ആ തള്ളുവണ്ടിക്കാരി പെൺകുട്ടിയെ കാണാറുണ്ടല്ലോ. അവൾ നിന്നെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, മൈറ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ വെറും ഒരു നേരം പോക്കാണ് മൈറ. അവളുടെ കയ്യിൽ കുറച്ച് കുടുംബസ്വത്തുണ്ട്. അത് എന്റെ പേരിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവളോട് സ്നേഹം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവളെ ഞാൻ തെരുവിലേക്ക് വലിച്ചെറിയും, ഋഷഭ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും അറിയാതെ അനന്യ സൺസൈൻ പോയിന്റിന്റെ ഋഷിബിനെ കാത്തിരിക്കുകയായിരുന്നു. ദേവൻഷ് അവളുടെ മുഖത്തെ ആകുലതകൾ ശ്രദ്ധിച്ചു. അവൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവൻ കേട്ടു. ഋഷഭ്, മുത്തശ്ശിയുടെ നില മോശമാണ്. എപ്പോഴാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്?
നീ വരാമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി, അനന്യ സങ്കടത്തോടെ ചോദിച്ചു. ദേവൻഷിന് ദേഷ്യം തോന്നി. ഋഷഭ് തന്റെ കമ്പനിയിൽ ജീവനക്കാരനാണെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ അനന്യയെ ചതിക്കുകയാണെന്ന് ദേവൻഷിന് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ താൻ വെറുമൊരു ഭിക്ഷക്കാരനാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. താൻ സ്നേഹിച്ചു തുടങ്ങിയ പെൺകുട്ടി ഒരു വലിയ ചതിയിലേക്ക് നടന്നു നീങ്ങുകയാണെന്ന് ദേവൻഷ് തിരിച്ചറിഞ്ഞു. അവളെ രക്ഷിക്കാൻ തനിക്ക് തന്റെ രാജകീയ വേഷം തിരികെ എടുക്കേണ്ടി വരുമോ, അതോ ഈ ഭിക്ഷക്കാരന്റെ വേഷം തന്നെ അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ? രാത്രിയുടെ നിശബ്ദത ദേവൻഷ് ആകാശത്തേക്ക് നോക്കി. ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുകയാണെന്ന് അവന് തോന്നി. പ്രണയത്തിനും പ്രതികാരത്തിനും വേണ്ടിയുള്ള യുദ്ധം. മുംബൈ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ സൺസെറ്റ് പോയിന്റിലെ ആ മരച്ചുവട് ദേവൻഷിന്റെ ലോകമായി മാറിക്കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ ഒരു കാര്യം പഠിച്ചു. പണമില്ലാത്തവൻ ലോകത്തിന് അദൃശ്യനാണ്. പക്ഷെ ആ അദൃശ്യങ്ങൾക്കിടയിലും അനന്യയുടെ കണ്ണുകൾ അവനെ എന്നും തിരഞ്ഞു പിടിച്ചു. അവൾ നൽകുന്ന ഭക്ഷണത്തെക്കാൾ അവളുടെ സാമീപ്യം ദേവൻഷിന് ഒരു ലഹരിയായി മാറി. എന്നാൽ ആ സന്തോഷത്തിന് മേൽ ഒരു കരിനിഴൽ വീഴാൻ പോവുകയാണെന്ന് ദേവൻഷ് അറിഞ്ഞു. അന്ന് വൈകുന്നേരം അനന്യ പതിവിലും കൂടുതൽ അസ്വസ്ഥതയായിരുന്നു. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ റോഡിലേക്ക് നീണ്ടു, ആരോ വരാൻ കാത്തു നിൽക്കുന്നത് പോലെ. ദേവൻഷ് അത് ശ്രദ്ധിച്ചു. അവൾ വിളമ്പുന്ന ചായയിൽ പോലും ഇന്ന് പഴയ ആവേശം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഒരു കറുത്ത ആഡംബരക്കാർ കവലിയിൽ വന്നു നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയത് ഋഷഭായിരുന്നു. സിൽക്ക് ഷർട്ടും വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധവുമായി അവൻ അനന്യയുടെ തള്ളുവണ്ടിക്കടുത്തേക്ക് നടന്നു. ദേവൻഷ് തന്റെ പുതപ്പിനുള്ളിൽ മുഖം ഒളിപ്പിച്ച് ഒളിഞ്ഞു നോക്കി. തന്റെ ഓഫീസ് ഫയലുകളുമായി വിനീതനായി നിന്നിരുന്ന ഋഷഭ് അല്ലായിരുന്നു അത്. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒരുതരം പുച്ഛം കലർന്ന അഹങ്കാരം ഉണ്ടായിരുന്നു. ഋഷഭ്, നീ വന്നോ? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, അനന്യ ആശ്വാസത്തോടെ പറഞ്ഞു. എനിക്ക് തിരക്കായിരുന്നു അനന്യ. സിംഗാനിയ സാമ്രാജ്യം ഇപ്പോൾ എന്റെ നിയന്ത്രണത്തിലാണ്. പഴയതുപോലെ നിന്റെ കൂടെ സമയം കളയാൻ എനിക്ക് കഴിയില്ല, ഋഷഭ് ഗർവത്തോടെ പറഞ്ഞു. ദേവൻഷ് ഞെട്ടിപ്പോയി. ഋഷഭ് തന്റെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുകയാണോ, അതും ഇത്ര വേഗത്തിൽ? ഋഷഭ്, എനിക്ക് പണമൊന്നും വേണ്ട, പക്ഷെ മുത്തശ്ശിയുടെ കാര്യം, അവർക്ക് ഓപ്പറേഷൻ ഉടനെ വേണം. നീ കുറച്ച് പണം നൽകാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ വിവാഹത്തിന് മുമ്പ് അത് തീർക്കണം, അനന്യ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ഋഷഭ് ഒന്ന് പരിഹസിച്ചു ചിരിച്ചു. പണമോ? അനന്യ, നീ എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ശരി, നിന്റെ ആ പഴയ വീടിന്റെ ആധാരം എവിടെ? അത് എന്റെ പേരിൽ മാറ്റിയാൽ ഞാൻ ലോൺ എടുത്തു തരാം എന്ന് പറഞ്ഞതല്ലേ, അത് കൊണ്ടുവന്നോ? അനന്യ തന്റെ ബാഗിൽ നിന്ന് ഒരു കവർ പുറത്തെടുത്തു. ഇതാ, പക്ഷെ ഇത് മാറ്റാൻ എനിക്ക് പേടിയാണ് ഋഷഭ്. ഇത് എന്റെ കുടുംബത്തിന്റെ ഏക സമ്പാദ്യമാണ്. ഋഷഭ് ആ കവർ തട്ടിപ്പറിച്ചു വാങ്ങി. പേടിക്കണ്ട അനന്യ, നീ എന്നെ വിശ്വസിക്കൂ. ഈ ആധാരം എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ദൂരെ ഇരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദേവൻഷിന് ഋഷഭിന്റെ തന്ത്രം മനസ്സിലായി. അവൻ അനന്യയെ സ്നേഹിക്കുകയല്ല, അവളുടെ കുടുംബസ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ്. ഋഷഭ് പോയി കഴിഞ്ഞപ്പോൾ ദേവൻസ് സാവധാനം അനന്യയുടെ അടുത്തേക്ക് നടന്നു. അനന്യ, നീ ആ ആധാരം അവന് നൽകാൻ പാടില്ലായിരുന്നു, ദേവൻഷ് ഗൗരവത്തിൽ പറഞ്ഞു. അനന്യ ഞെട്ടിപ്പോയി. ദേവൻ, നീ ഇതെല്ലാം കേട്ടോ? അവൻ എന്റെ പ്രതിശ്രുത വരനാണ്. അവൻ എന്നെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നത്. അനന്യ, മനുഷ്യരുടെ മുഖം നോക്കി അവരെ വിലയിരുത്തരുത്. ചിലപ്പോൾ തിളങ്ങുന്നതെല്ലാം പൊന്നാകില്ല. അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ചതിയാണ്, ദേവൻഷ് മുന്നറിയിപ്പ് നൽകി. അനന്യയ്ക്ക് ദേഷ്യം വന്നു. നിനക്ക് എന്തറിയാം ദേവൻ? നീ വെറും ഒരു ഭിക്ഷക്കാരനാണ്. സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ നീ ആര്? അവൻ വലിയൊരു കമ്പനിയിലെ മാനേജറാണ്. അവൻ എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കും. അനന്യയുടെ വാക്കുകൾ ദേവൻഷിന്റെ ഉള്ളിൽ തറച്ചു. ശരിയാണ്, ഇപ്പോൾ താൻ വെറും ഒരു ഭിക്ഷക്കാരനാണ്. തന്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കില്ല. അവൻ നിശബ്ദനായി തന്റെ മരച്ചുവട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി ദേവൻഷിന് ഉറക്കം വന്നില്ല. തന്റെ കമ്പനിയിലും അനന്യയുടെ ജീവിതത്തിലും ഋഷഭ് എന്ന വിഷം പടരുന്നത് അവൻ അറിഞ്ഞു. താൻ തന്റെ സിംഗാനിയ എന്ന വിലാസത്തിലേക്ക് മടങ്ങേണ്ട സമയമായോ? പക്ഷെ പരീക്ഷണം തീർന്നിട്ടില്ല. അനന്യയുടെ വിശ്വാസം തകർന്നു കഴിയുമ്പോൾ അവൾക്ക് താങ്ങായി ആരുണ്ടാകും? അടുത്ത ദിവസം കവലയിൽ മറ്റൊരു കാഴ്ചയാണ് ദേവൻഷ് കണ്ടത്. ഋഷഭ് വീണ്ടും വന്നു. പക്ഷെ ഇത്തവണ അവൻ തനിച്ചായിരുന്നില്ല. കൂടെ സ്റ്റൈലിഷ് ആയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മൈറ. മൈറയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും അവളുടെ സമ്പന്നത വിളിച്ചോതുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ട അനന്യ തളർന്നുപോയി. അനന്യ ഓടിച്ചെന്ന് ഋഷഭിന്റെ കയ്യിൽ പിടിച്ചു. ഋഷഭ്, ആരാണിത്? മുത്തശ്ശിക്ക് പണം കിട്ടിയോ? നീ എന്തിനാണ് ഇവളോടൊപ്പം നടക്കുന്നത്? ഋഷഭ് അനന്യയുടെ കൈ തട്ടിമാറ്റി. മിണ്ടരുത് അനന്യ, നിനക്ക് വട്ടാണോ? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കയ്യിൽ പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മൈറ പുച്ഛത്തോടെ അനന്യെ നോക്കി. ഋഷഭ്, ഈ വൃത്തികെട്ട പെൺകുട്ടിയാണോ നീ പറഞ്ഞ ആ തള്ളുവണ്ടിക്കാരി? ഇവൾ നിന്നെയാണോ വിവാഹം കഴിക്കേണ്ടത്? ഹ, എന്ത് തമാശയാണത്? അനന്യ കരഞ്ഞുപോയി. ഋഷഭ്, നീ എന്നെ വിവാഹം കഴിക്കുമെന്ന് വാക്ക് തന്നതല്ലേ? ആധാരം വാങ്ങിയപ്പോൾ നീ പറഞ്ഞത്? ആധാരമോ? അത് എന്റെ ബിസിനസ് ആവശ്യത്തിന് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു അനന്യ. പിന്നെ വിവാഹത്തിന്റെ കാര്യം? നിന്നെ പോലെ ചായ വിൽക്കുന്ന ഒരുത്തിയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് നീ ശരിക്കും വിചാരിച്ചോ? നീ വെറും ഒരു ടൈം പാസ് മാത്രമായിരുന്നു, ഋഷഭ് ക്രൂരമായി പറഞ്ഞു. ഇത് കേട്ടു നിന്ന മൈറ മുന്നോട്ട് വന്നു. ഇവൾക്ക് ഇത്തിരി കൂടുതൽ അഹങ്കാരമുണ്ട് ഋഷഭ്. ഇതിനുള്ള മരുന്ന് ഞാൻ തരാം. മൈറ അനന്യയുടെ കർണത്ത് ആഞ്ഞു തല്ലി. അനന്യ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മൈറ പറഞ്ഞു, നിന്റെ സ്ഥാനം ഈ തെരുവിലാണ്. കൊട്ടാരത്തിൽ കയറാൻ മോഹിക്കണ്ട.
കവലയിൽ ആളുകൾ കൂടി നിന്നു. ആരും അനന്യയെ സഹായിക്കാൻ വന്നില്ല. മൈറ വീണ്ടും അനന്യയെ അടിക്കാൻ കൈ ഓങ്ങിയതും എവിടെ നിന്നോ ഒരു കൈ മൈറയുടെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. അത് ആ ഭിക്ഷക്കാരനായിരുന്നു, ദേവൻഷ്. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ആ പഴയ കീറിയ വസ്ത്രത്തിനുള്ളിൽ ഒരു സിംഹത്തിന്റെ വീര്യം എല്ലാവരും കണ്ടു. മയറയുടെ കൈ അവൻ ദൂരേക്ക് തട്ടി മാറ്റി. ഒരു പെണ്ണിന്റെ മേൽ കൈവയ്ക്കാൻ നിനക്ക് ആരാണ് അധികാരം നൽകിയത്? ദേവൻഷിന്റെ ശബ്ദം ആ കവലയിൽ മുഴങ്ങി. അത് ഒരു ഭിക്ഷക്കാരന്റെ ശബ്ദമായിരുന്നില്ല, ഒരു സാമ്രാജ്യത്തിന്റെ അധിപന്റെ ഗർജനമായിരുന്നു. ഋഷഭ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. എടാ ഭിക്ഷക്കാരാ, നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ മയറുടെ കയ്യിൽ പിടിക്കും, നിന്നെ ഞാൻ കൊല്ലും. ഋഷഭ് ദേവൻഷിനെ അടിക്കാൻ കൈ ഉയർത്തി. പക്ഷെ ദേവൻഷ് അവന്റെ കൈ വായിൽ വെച്ച് തടഞ്ഞു. ഋഷഭിന്റെ കണ്ണുകളിലേക്ക് നോക്കി ദേവൻഷ് പറഞ്ഞു, നിന്റെ വിധി നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഋഷഭ്, അത് നീ അറിയുന്നില്ലെന്ന് മാത്രം. ഋഷഭ് പേടിച്ചു പോയി. ആ ഭിക്ഷക്കാരന്റെ കണ്ണുകളിൽ അവൻ കണ്ടത് തന്റെ ബോസ് ദേവൻഷ് സിംഗാനിയായിരുന്നു. പക്ഷെ അത് വിശ്വസിക്കാൻ അവൻ തയ്യാറായില്ല. ഗാർഡ്സ്, ഇവനെ പിടിച്ച് പുറത്താക്കൂ, ഋഷഭ് അലറി. അനന്യ തറയിലിരുന്ന് കരയുകയായിരുന്നു. അവൻ ദേവൻഷിനെ നോക്കി. താൻ അപമാനിച്ച ഈ മനുഷ്യൻ മാത്രമാണ് തനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ചതിയുടെ ആഴം അവളെ തകർത്തു കളഞ്ഞു. ഋഷഭും മയറിയും അവിടെ നിന്ന് പോയി. പോകുന്നതിന് മുമ്പ് അനന്യയുടെ തള്ളുവണ്ടി അവർ ചവിട്ടി മറിച്ചു. അനന്യയുടെ ആകെയുള്ള സമ്പാദ്യം മണ്ണിൽ കലർന്നു. ദേവൻഷ് അനന്യയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. കരയരുത് അനന്യ, ഇത് അവസാനമല്ല, ഇത് ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാണ്. നിന്നെ തകർത്തവർ നിന്റെ കാൽക്കൽ വീഴുന്ന ഒരു ദിവസം വരും. ഞാൻ നിനക്ക് വാക്കു നൽകുന്നു. അനന്യ ദേവൻഷിന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. അവൾക്ക് ഇപ്പോൾ അവൻ വെറും ഒരു ഭിക്ഷക്കാരനല്ല, അവളുടെ ഏക പ്രതീക്ഷയാണ്. പക്ഷെ ഒരു ഭിക്ഷക്കാരനെ എങ്ങനെ ഒരു കോടീശ്വരനോട് പൊരുതാൻ കഴിയും? അനിലിന്റെ മനസ്സ് സംശയങ്ങളാൽ നിറഞ്ഞു. ദേവൻഷ് എഴുന്നേറ്റ്. അവന്റെ നോട്ടം സിംഗാനിയ ടവേഴ്സിന് നേരെയായിരുന്നു. സിംഹം കാട്ടിലേക്ക് മടങ്ങാൻ സമയമായിരിക്കുന്നു. പക്ഷെ അത് ശത്രുക്കൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. സൺസെറ്റ് പോയിന്റിലെ ആ രാത്രി ഭയാനകമായ ഒരു നിശബ്ദതയായിരുന്നു. അനന്യയുടെ തകർന്നു കിടക്കുന്ന തള്ളുവണ്ടി അവളുടെ തകർന്ന സ്വപ്നങ്ങളുടെ സ്മാരകം പോലെ അവിടെ ശേഷിച്ചു. ചിതറിക്കിടക്കുന്ന പാത്രങ്ങളും മണ്ണിൽ കലർന്ന ഭക്ഷണ സാധനങ്ങളെ നോക്കി അവൾ വിങ്ങിപ്പൊട്ടി. ഒരു വശത്ത് താൻ ജീവനെ പോലെ സ്നേഹിച്ച ഋഷഭിന്റെ കൊടുംചതി, മറുവശത്ത് ആകെയുള്ള വരുമാന മാർഗത്തിന്റെ നാശം. ജീവിതം അവളെ ഒരു വലിയ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ദേവൻസ് ദൂരെ ഇരുന്ന് ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. മയറിയുടെ ഓരോ വാക്കുകളും ഋഷഭിന്റെ ഓരോ പ്രവൃത്തിയും അവനുള്ളിൽ സിംഘാനിയെ ഉണർത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്റെ സ്വത്വം വെളിപ്പെടുത്തുന്നത് അനന്യയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവൻ ഭയന്നു. ദേവൻ, അനന്യ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവനെ വിളിച്ചു. എല്ലാം പോയി ദേവൻ. എന്റെ വീടിന്റെ ആധാരം അവൻ കൊണ്ടുപോയി. എന്റെ തൊഴിൽ അവൻ ഇല്ലാതാക്കി. ഇനി മുത്തശ്ശിയുടെ ഓപ്പറേഷൻ ഞാൻ എങ്ങനെ നടത്തും? മരിക്കാൻ മാത്രമേ എനിക്ക് ഇനി വഴിയുള്ളൂ. ദേവൻഷ് അവളുടെ അരികിലേക്ക് നടന്നു. മരണം ഭീരുക്കളുടെ വഴിയാണ് അനന്യ. നീ പോരാടണം. നിന്നെ തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ നീ തലയുയർത്തി നിൽക്കണം. എങ്ങനെ? അനന്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ ഒരു ഭിക്ഷക്കാരൻ, ഞാനൊരു തള്ളുവണ്ടിക്കാരി. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ദേവൻഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷെ സത്യം നമ്മുടെ കൂടെയുണ്ട്. നീ ഇന്ന് വീട്ടിൽ പോയി വിശ്രമിക്കൂ. നാളെ എല്ലാം ശരിയാകും. അനന്യ വീട്ടിലെത്തിച്ച ശേഷം ദേവൻഷ് തന്റെ പഴയ താവളത്തിലേക്ക് മടങ്ങിയില്ല. പകരം അവൻ നഗരത്തിലെ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിലേക്ക് നടന്നു. തന്റെ രഹസ്യ കോഡ് ഉപയോഗിച്ച് അവൻ ഒരാളെ വിളിച്ചു. അത് അവന്റെ വിശ്വസ്തനായ ഗന്നയായിരുന്നു. സർ, എവിടെയാണ് നിങ്ങൾ? നഗരം മുഴുവൻ നിങ്ങളെ തിരയുകയാണ്. ഗന്നയുടെ ശബ്ദത്തിൽ പരിഭ്രാന്തിയായിരുന്നു. നിശബ്ദനായി കേൾക്കൂ ഗന്ന. ദേവൻഷിന്റെ ശബ്ദത്തിൽ പഴയ ആജ്ഞാശക്തി തിരിച്ചു വന്നു. ഞാൻ സുരക്ഷിതനാണ്. നാളെ രാവിലെ നീ ചില കാര്യങ്ങൾ ചെയ്യണം. സിംഗാനിയ ഗ്രൂപ്പിലെ ഋഷഭ് എന്ന മാനേജറുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും രഹസ്യമായി മരവിപ്പിക്കണം. അവൻ കൈക്കലാക്കിയ ഒരു വസ്തുവിന്റെ ആധാരമുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്തണം. പിന്നെ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ മെഹത്തിയെ വിളിച്ച് സൺസെറ്റ് പോയിന്റിലെ അനന്യയുടെ മുത്തശ്ശിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ പറയണം. പണം സിംഗാനിയ ഫൗണ്ടേഷനിൽ നിന്ന് പോകട്ടെ. പക്ഷെ എന്റെ പേര് ഒരിടത്തും വരാൻ പാടില്ല. ശരി സാർ. പക്ഷെ നിങ്ങൾ എപ്പോഴാണ് മടങ്ങി വരുന്നത്? ഗന്ന ചോദിച്ചു. ശരിയായ സമയത്ത് ഞാൻ വരും. അതുവരെ ഋഷഭിനെ നിരീക്ഷിക്കൂ. ദേവൻഷ് ഫോൺ കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ അനന്യയുടെ വീട്ടിൽ വലിയ ബഹളമായിരുന്നു. മുത്തശ്ശിയുടെ നില കൂടുതൽ വഷളായിരിക്കുന്നു. അവർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പണമില്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അനന്യയ്ക്ക് പേടിയായിരുന്നു. അവൾ നിസ്സഹായായി മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ആംബുലൻസ് അവളുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. അനന്യയുടെ വീടാണോ ഇത്? സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെ ഉടൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശമുണ്ട്, ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. അനന്യ അത്ഭുതപ്പെട്ടു. ആരാണ് പണം അടച്ചത്? എനിക്ക് അറിയില്ലല്ലോ. എല്ലാം സെറ്റിൽഡ് ആണ്. വേഗം കയറൂ. അവർ മുത്തശ്ശിയെ ആംബുലൻസിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അനന്യ കണ്ടത് അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു. നഗരത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ അവളുടെ മുത്തശ്ശിയെ ചികിത്സിക്കാൻ തയ്യാറായി നിൽക്കുന്നു. VIP റൂമും ഭക്ഷണവും എല്ലാം ഒരുക്കിയിരുന്നു. ആരോ തന്നെ രഹസ്യമായി സഹായിക്കുന്നുണ്ടെന്ന് അനന്യയ്ക്ക് മനസ്സിലായി. അവൾ ആദ്യം ഓർത്തത് ഋഷഭിനെയാണ്. ഒരു പക്ഷേ അവന് തെറ്റ് മനസ്സിലായി കാണുമോ? അതേസമയം സിംഗാനിയ ഓഫീസിൽ ഋഷഭ് മയറയോടൊപ്പം വിജയാഘോഷത്തിലായിരുന്നു. ദേവൻഷ് സിംഗാനിയ തിരിച്ചു വരില്ല മൈറ.
ബോർഡ് മീറ്റിംഗിൽ ഞാൻ പുതിയ പ്ലാൻ അവതരിപ്പിക്കും. അനന്യയുടെ ആധാരം ഉപയോഗിച്ച് ഞാൻ ഒരു പുതിയ കമ്പനി തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് ഋഷഭിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവന്റെ എല്ലാ പേഴ്സണൽ അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവൻ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ പണം. അവൻ ബാങ്കിലേക്ക് വിളിച്ചു. പക്ഷെ ആരും കൃത്യമായി മറുപടി നൽകുന്നില്ല. മേലധികാരികളുടെ നിർദ്ദേശമുണ്ട് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഋഷഭിന്റെ ഉള്ളിൽ ആദ്യമായി ഒരു ഭയം ഉടലെടുത്തു. വൈകുന്നേരം അനന്യ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുമ്പോൾ ദേവൻഷ് അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ഓടിച്ചെന്ന് ദേവൻഷിന്റെ കൈകളിൽ പിടിച്ചു. ദേവൻ, ഒരു അത്ഭുതം സംഭവിച്ചു. മുത്തശ്ശിയുടെ ഓപ്പറേഷൻ നടന്നു. ആരോ സഹായിക്കുന്നു. ഒരുപക്ഷെ ഋഷഭായിരിക്കുമോ? ദേവൻഷ് ഒന്ന് പുഞ്ചിരിച്ചു. ഋഷഭ് ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കില്ല അനന്യ. നീ സത്യം കാണാൻ ശ്രമിക്കേ. പണമല്ല, സ്നേഹമാണ് ഈ ലോകത്തെ ചലിപ്പിക്കുന്നത്. അനന്യ കുറച്ചുനേരം ആലോചിച്ചു. ദേവൻ, നീ ആരാണ്? നിന്നെ വിളിച്ചാൽ കിട്ടുന്ന ഒരിടത്തും നിന്നെ കാണാറില്ല. നിന്റെ വാക്കുകളിൽ ഒരു വലിയ മനുഷ്യന്റെ ഗാംഭീര്യമുണ്ട്. നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ദേവൻഷ് അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ചില സത്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടും അനന്യ. നീ എന്നെ വിശ്വസിക്കൂ. നിന്നെ ചതിച്ചവർ നിന്റെ മുന്നിൽ തലകുനിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ ആരാണെന്ന് നീ അറിയും. പെട്ടെന്നാണ് അനന്യയുടെ ഫോൺ വീണ്ടും മുഴങ്ങിയത്. അത് ഋഷഭായിരുന്നു. അവന്റെ ശബ്ദത്തിൽ പഴയ അഹങ്കാരമില്ലായിരുന്നു. അനന്യ, നീ എവിടെയാണ്? എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്റെ അക്കൗണ്ടുകൾ ബ്ലോക്കായി. ആ ആധാരം അത് സിംഗാനിയ ഗ്രൂപ്പിന്റെ കയ്യിലാണ്. നീ എന്നെ സഹായിക്കണം. അനന്യ ഫോൺ സ്പീക്കറിലിട്ടു. ദേവൻഷ് അത് കേട്ടു. ഋഷഭ്, നിനക്ക് എന്താണ് വേണ്ടത്? അനന്യ ചോദിച്ചു. നീ സിംഗാനിയ ഓഫീസിലേക്ക് വാ. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ പറയണം ഞാൻ നിന്റെ ഭർത്താവാണെന്ന്. എങ്കിൽ മാത്രമേ എനിക്ക് ആ പണം തിരിച്ചു കിട്ടൂ. മൈറ എന്നെ ഉപേക്ഷിച്ചു പോയി. നീ മാത്രമേ എനിക്കുള്ളൂ. ഋഷഭ് കരഞ്ഞു. ദേവൻഷ് അനന്യയോട് ആംഗ്യം കാണിച്ചു. അനന്യ പറഞ്ഞു, ശരി ഋഷഭ്, നാളെ രാവിലെ 10 മണിക്ക് ഞാൻ ഓഫീസിൽ വരാം. ഫോൺ കട്ട് ചെയ്ത ശേഷം അനന്യ ദേവൻഷിനെ നോക്കി. നീ പറഞ്ഞത് ശരിയായിരുന്നു ദേവൻ. അവനൊരു ചതിയനാണ്. പക്ഷെ ഞാൻ അവിടെ എങ്ങനെ പോകും? എന്റെ വസ്ത്രങ്ങൾ, എന്റെ അവസ്ഥ. ദേവൻഷ് അവളുടെ തോളിൽ കൈവച്ചു. നീ നാളെ പോകുന്നത് ഒരു തള്ളുവണ്ടിക്കാരിയായി അല്ല, പകരം നീതി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായാണ്. നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. നീ എങ്ങനെ വരും? നിന്നെ അവർ അകത്ത് കയറ്റില്ല. അനന്യ ആശങ്കപ്പെട്ടു. ദേവൻഷ് നിഗൂഢമായി ചിരിച്ചു. ആ വാതിലുകൾ എനിക്ക് മുന്നിൽ താനെ തുറക്കപ്പെടും അനന്യ. നാളെ സിംഗാനിയ ടവേഴ്സിൽ ഒരു പുതിയ ചരിത്രം കുറിക്കപ്പെടും. മുംബൈ നഗരത്തിന്റെ നെഞ്ചിൽ തലയുയർത്തി നിൽക്കുന്ന സിംഗാനിയ ടവേഴ്സ് അന്ന് പതിവിലും കൂടുതൽ തിരക്കിലായിരുന്നു. കമ്പനിയുടെ വാർഷിക ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോകുന്ന ദിവസമാണത്. ദേവൻ സിംഗാനിയുടെ തിരോധാനത്തിന് ശേഷം കമ്പനിയുടെ ഷെയറുകളിൽ വൻ ഇടിവ് സംഭവിച്ചിരുന്നു. ഈ അവസരം മുതലെടുത്ത് അധികാരം പിടിച്ചെടുക്കാൻ ഋഷഭ് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ തന്റെ അവസാനത്തെ അടവ് പുറത്തെടുത്തു. അനന്യയുടെ വീടിന്റെ ആധാരം കാട്ടി താൻ പുതിയൊരു പ്രൊജക്ട് തുടങ്ങാൻ പോകുന്നുവെന്ന് നിക്ഷേപകരെ വിശ്വസിപ്പിക്കുക. ഓഫീസിന്റെ താഴത്തെ നിരയിൽ അനന്യ പരിഭ്രമത്തോടെ നിന്നു. അവളുടെ കയ്യിൽ ദേവേഴ്സ് നൽകിയ ഒരു കവറുണ്ട്. ഇത് ശരിയായ സമയത്ത് മാത്രം തുറക്കുക എന്നായിരുന്നു അവന്റെ നിർദ്ദേശം. അവൾ ധരിച്ചിരുന്നത് അവളുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമായിരുന്നു. എങ്കിലും ആ ആഡംബര ഓഫീസിന് മുന്നിൽ അവൾക്കൊരു അപകർഷതാബോധം തോന്നി. പേടിക്കണ്ട അനന്യ, ഞാൻ നിന്റെ തൊട്ടും പിന്നിലുണ്ടാകും. എവിടെ നിന്നോ വന്ന ദേവൻഷിന്റെ ശബ്ദം അവൾ കേട്ടു. അവൾ ചുറ്റും നോക്കി. പക്ഷെ അവനെ കണ്ടില്ല. അവൻ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾ കരുതി. ഋഷഭ് കോൺഫറൻസ് ഹാളിൽ പ്രസംഗിക്കുകയായിരുന്നു. മൈറ അവനരികിൽ തന്നെയുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദേവൻ സിംഗാനിയ ഇനി തിരികെ വരില്ല. കമ്പനിയുടെ ഭാവി ഇനി എന്റെ കൈകളിലാണ്. ഇതാ പുതിയ പ്രോജക്ടിന്റെ രേഖകൾ. പെട്ടെന്ന് ഹാളിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അനന്യ അകത്തേക്ക് കടന്നു വന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു. ഋഷഭ് ഞെട്ടിപ്പോയി. പക്ഷെ അവൻ വേഗത്തിൽ സ്വയം നിയന്ത്രിച്ചു. അനന്യ, നീ എന്തിനാണ് ഇവിടെ വന്നത്? സെക്യൂരിറ്റി, ഇവളെ പുറത്താകോ? ഋഷഭ് അലറി. നിൽക്കൂ, അനന്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഋഷഭ്, നീ എന്റെ കുടുംബത്തെ ചതിച്ചു. എന്റെ മുത്തശ്ശിയുടെ ചികിത്സയ്ക്കായി കരുതി വെച്ച പണവും വീടിന്റെ ആദരവും നീ തട്ടിയെടുത്തു. ഈ പ്രൊജക്ട് നിന്റേതല്ല, അത് എന്റെ കുടുംബത്തിന്റെ വിയർപ്പാണ്. ഹാളിൽ മർമ്മരങ്ങൾ ഉയർന്നു. നിക്ഷേപകർ സംശയത്തോടെ ഋഷഭിനെ നോക്കി. മൈറ പരിഹാസത്തോടെ മുന്നോട്ട് വന്നു. ഈ തെരുവ് പെൺകുട്ടി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഇവൾ വെറും ഒരു ഭിക്ഷക്കാരിയാണ്. പണത്തിന് വേണ്ടിയുള്ള നാടകമാണിത്. മൈറ അനന്യയുടെ അടുത്തേക്ക് നടന്നു. നിന്നെ ഇവിടെ അടിച്ചു പുറത്താക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി. മൈറ കൈ ഓങ്ങിയതും ഹാളിന്റെ മൈക്രോഫോണിലൂടെ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി. നിന്റെ കൈകൾ താഴ്ത്തു മൈറ. എന്റെ ഓഫീസിൽ വെച്ച് ഒരു സ്ത്രീയെ അപമാനിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എല്ലാവരും സ്തംഭിച്ചുപോയി. ആ ശബ്ദം എല്ലാവർക്കും സുപരിചിതമായിരുന്നു. ഹാളിലെ വലിയ സ്ക്രീനിൽ ഒരു ദൃശ്യം തെളിഞ്ഞു. അത് ദേവൻ സിംഗാനിയായിരുന്നു. അവൻ ഒരു ആഡംബര കാറിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് നടന്നു വരുന്ന തത്സമയ ദൃശ്യം. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് അവന്റെ രൂപമായിരുന്നു. അവൻ പഴയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി കറുത്ത സ്യൂട്ടും കണ്ണാടിയും ധരിച്ച് ഒരു രാജാവിനെ പോലെ നടന്നു വരികയാണ്. കോൺഫറൻസ് ഹാളിന്റെ വാതിൽ വീണ്ടും തുറന്നു. ഇത്തവണ അകത്തേക്ക് വന്നത് സാക്ഷാൽ ദേവൻ സിംഗാനിയായിരുന്നു. അവന്റെ ഓരോ ചുവടലും അധികാരത്തിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഋഷഭിന്റെ മുഖം വിളറി വെളുത്തു. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. സാർ, നിങ്ങൾ? ഋഷഭ് വിക്കി. ദേവൻഷ് അനന്യയുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ തോളിൽ കൈവച്ചു. പേടിക്കണ്ട അനന്യ, നിന്റെ ദേവൻ തിരിച്ചു വന്നിരിക്കുന്നു. അനന്യ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി നിന്നു.
താൻ ഭക്ഷണം നൽകിയ, താൻ സ്നേഹിച്ച ആ ഭിക്ഷക്കാരൻ, അവൻ സിംഗാനിയ സാമ്രാജ്യത്തിന്റെ അധിപനാണോ? അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, തിരിച്ചറിവിന്റെ ആഘാതം കൊണ്ടായിരുന്നു. ഋഷഭ്, ദേവേഷ് സിംഗാനിയുടെ ശബ്ദം ഹാളിൽ അലയടിച്ചു. നീ കരുതി ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നില്ല എന്നാണോ? കഴിഞ്ഞ ഒരു മാസമായി നീ ചെയ്ത ഓരോ ചതിയും ഓരോ രൂപയുടെ അഴിമതിയും എന്റെ കയ്യിലുണ്ട്. ഗന്ന, ആ ഫയലുകൾ ബോർഡ് അംഗങ്ങൾക്ക് നൽകൂ. ഗന്ന ഫയലുകളുമായി മുന്നോട്ട് വന്നു. ഋഷഭ് അനന്യയിൽ നിന്ന് തട്ടിയെടുത്ത ആധാരവും കമ്പനിയിൽ അവൻ നടത്തിയ തട്ടിപ്പുകളുടെ തെളിവുകളും അതിലുണ്ടായിരുന്നു. പിന്നെ മയറ, ദേവൻഷ് അവളെ നോക്കി. നീ പണത്തെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇന്ന് നിനക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു. നിന്റെ അച്ഛന്റെ ബിസിനസ്സും സിംഗാനിയ ഗ്രൂപ്പും തമ്മിലുള്ള എല്ലാ കരാറുകളും ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. നീ ഇപ്പോൾ ശരിക്കും ഒരു ഭിക്ഷക്കാരിയെ മാറിയിരിക്കുന്നു. മയറ തളർന്നു നിലത്തിരുന്നു. ഋഷഭ് ദേവൻഷിന്റെ കാല് പിടിക്കാൻ ഓടി വന്നു. സാർ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. എന്നെ രക്ഷിക്കണം. ദേവൻഷ് അവനെ തട്ടിമാറ്റി. ക്ഷമിക്കാൻ ഞാൻ ദൈവമല്ല ഋഷഭ്. നീ ചെയ്ത തെറ്റുകൾക്ക് നിയമം നിനക്ക് ശിക്ഷ നൽകും. സെക്യൂരിറ്റി, ഇവര് രണ്ടുപേരെയും പോലീസിന് കൈമാറൂ. പോലീസ് വന്ന് ഋഷഭിനെയും മയറയും കൊണ്ടുപോയി. പോകുന്ന വഴി ഋഷഭ് അനന്യയെ നോക്കി. പക്ഷെ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹമല്ല, മറിച്ച് പുച്ഛമായിരുന്നു. ഹോൾ ശാന്തമായി. ദേവൻഷ് അനുയുടെ കൈകൾ പിടിച്ചു. അനന്യ, ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നില്ല. നിന്റെ സ്നേഹത്തിന്റെ ആഴം അളക്കുകയായിരുന്നു. പണത്തിന് വില നൽകാത്ത, മനുഷ്യത്വത്തിന് വില നൽകുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് വേണമായിരുന്നു. നീ എന്റെ പരീക്ഷണം വിജയിച്ചു. അനന്യ തന്റെ കൈകൾ പിൻവലിച്ചു. ദേവൻഷ് സിംഗാനിയ, നിങ്ങൾ എന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണോ ചെയ്തത്? ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. ഞാൻ സ്നേഹിച്ചത് ആ ദേവനെയാണ്, ഈ സിംഗാനിയല്ല. അനന്യ കരഞ്ഞുകൊണ്ട് ഹാളിൽ നിന്ന് പുറത്തേക്കോടി. ദേവൻഷ് തകർന്നുപോയി. പണം തിരികെ കിട്ടി, ശത്രുക്കളെ തോൽപ്പിച്ചു. പക്ഷെ തന്റെ പ്രാണനെ താൻ വേദനിപ്പിച്ചു എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. അനന്യ, നിൽക്ക്! അവൻ പിന്നാലെ ഓടി. പക്ഷെ ലിഫ്റ്റിന്റെ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞിരുന്നു. സിംഗാനിയ ടവേഴ്സിന്റെ താഴെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അനന്യ മഴയിലേക്ക് ഇറങ്ങി നടന്നു. കോടീശ്വരൻ ദേവൻസ് സിംഗാനിയ തന്റെ ജനൽ ചില്ലിലൂടെ അവളെ നോക്കി നിന്നു. മുംബൈ നഗരത്തിൽ മഴ കനത്ത് പെയ്യുകയായിരുന്നു. സിംഗാനിയ ടവേഴ്സിലെ ആഡംബരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഓടിയ അനന്യയുടെ മനസ്സ് ആ മഴയേക്കാൾ പ്രക്ഷുബ്ധമായിരുന്നു. താൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങളും താൻ സ്നേഹിച്ച മനുഷ്യനും വെറുമൊരു നാടകമായിരുന്നു എന്ന തിരിച്ചറിവ് അവളെ തളർത്തിക്കളഞ്ഞു. ദേവൻഷ് എന്ന ഭിക്ഷക്കാരന് അവൾ നൽകിയത് വെറുമൊരു വടപ്പാവോ ചായയോ ആയിരുന്നില്ല, മറിച്ച് തന്റെ ഹൃദയത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥാനമായിരുന്നു. എന്നാൽ അവൻ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അവൾ വിശ്വസിച്ചു. ഓഫീസിൽ ദേവൻഷ് നിശ്ചലമായി നിന്നു. ചുറ്റുമുള്ള ബോർഡ് അംഗങ്ങളും ജീവനക്കാരും അവനെ നോക്കി നിശബ്ദരായി നിന്നു. സിംഗാനിയ തിരിച്ചു വന്നു എന്നതിൽ എല്ലാവരും സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ദേവൻഷിന്റെ മുഖത്ത് ഒരു വിജയിയുടെ ഭാവമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സാർ, ബോർഡ് മീറ്റിംഗ് തുടരണോ? ഗന്ന സാവധാനം ചോദിച്ചു. വേണ്ട ഗന്ന, എല്ലാം നിർത്തിവെക്കൂ. എനിക്ക് അനന്യയുടെ അടുത്ത് പോകണം, ദേവൻഷ് ആകുലതയോടെ പറഞ്ഞു. അവൻ തന്റെ ലക്ഷറി കാർ എടുത്ത് അനന്യയുടെ ചെറിയ വീട്ടിലേക്ക് പാഞ്ഞു. മഴയത്ത് കുതിർന്ന അനന്യ വീട്ടിലെത്തിയിരുന്നു. അവൾ മുത്തശ്ശിയുടെ അരികിലിരുന്ന് വിങ്ങിപ്പൊട്ടി. സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്ന മുത്തശ്ശിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് വീടിന് മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അനന്യ വാതിൽ തുറന്നു. മുറ്റത്ത് മഴ നനഞ്ഞ് ദേവൻഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ സ്യൂട്ടും കോട്ടും എല്ലാം അഴിച്ചു മാറ്റിയിരുന്നു. അവന്റെ കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞു നിന്നു. അനന്യ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ, ദേവൻഷ് കൈകൾ കൂപ്പി പറഞ്ഞു. എന്ത് കേൾക്കണം മിസ്റ്റർ സിംഗാനിയ? അനന്യയുടെ ശബ്ദത്തിൽ തണുപ്പായിരുന്നു. നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ പരീക്ഷണം വിജയിച്ചു. ഒരു പാവപ്പെട്ട പെൺകുട്ടി കോടീശ്വരനെ സ്നേഹിക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയണമായിരുന്നു, അല്ലേ? ദാ, ഞാൻ സ്നേഹിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഇനി ഈ ദരിദ്രവാസിയുടെ ജീവിതത്തിൽ നിന്ന് പോകൂ. അനന്യ, നീ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ആരും എന്നെ മനുഷ്യനായി കണ്ടിട്ടില്ല. എല്ലാവരും സിംഗാനിയ ഗ്രൂപ്പിന്റെ ഉടമയായിട്ടാണ് എന്നെ കണ്ടത്. നീ മാത്രമാണ് എന്റെ കീറിയ വസ്ത്രങ്ങൾക്കുള്ളിലെ ദേവൻ എന്ന മനുഷ്യനെ സ്നേഹിച്ചത്. ആ സത്യം എനിക്ക് ഉറപ്പിക്കണമായിരുന്നു, ദേവൻഷ് വികാരധീനനായി പറഞ്ഞു. അതിനുവേണ്ടി എന്നെ ഇത്രയും വേദനിപ്പിക്കണമായിരുന്നോ? ഋഷഭ് എന്നെ ചതിച്ചപ്പോൾ ഞാൻ തകർന്നു പോയതാണ്. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഭിക്ഷക്കാരനായിരുന്നു. അവനെയാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ആ ഭിക്ഷക്കാരനും എന്നോട് കള്ളം പറഞ്ഞു. എനിക്ക് ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. അനന്യ വാതിലടക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് അകത്തു നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടു. അനന്യ, ആരാണ് വന്നത്? മുത്തശ്ശി സാവധാനം വാതിൽക്കൽ വന്നു. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ദേവൻഷിനെ അവർ കണ്ടു. മുത്തശ്ശിക്ക് അവൻ ഭിക്ഷക്കാരനാണോ കോടീശ്വരനാണോ എന്ന് അറിയില്ലായിരുന്നു. അവർ കണ്ടത് തന്റെ മകൾക്ക് വേണ്ടി വീഡിയോ കോളിൽ വാക്ക് നൽകിയ ആ യുവാവിനെയാണ്. മോനെ, നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, മുത്തശ്ശി സ്നേഹത്തോടെ വിളിച്ചു. അനന്യയ്ക്ക് മുത്തശ്ശിയെ തടയാൻ കഴിഞ്ഞില്ല. ദേവൻഷ് അകത്തേക്ക് വന്നു. മുത്തശ്ശി അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അനന്യ പറഞ്ഞു, നീ വലിയൊരു പരീക്ഷയ്ക്ക് പോയതാണെന്ന്. അത് കഴിഞ്ഞോ? ദേവൻഷ് അനന്യയെ നോക്കി. ഇല്ല മുത്തശ്ശി, പരീക്ഷയുടെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ദേവൻഷ് അവിടെ ഒരു മൂലയിലിരുന്നു. അനന്യ അവനെ ഗൗനിച്ചില്ല. അവൾ മുത്തശ്ശിക്ക് ഭക്ഷണം നൽകാനും ഗുളികകൾ നൽകാനും തിരക്കിലായി. ദേവൻഷ് തന്റെ കീശയിൽ നിന്ന് ഒരു ചെറിയ കവർ പുറത്തെടുത്തു. അത് അനന്യയുടെ വീടിന്റെ ആധാരമായിരുന്നു. അവൻ അത് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു. ഇത് നിങ്ങളുടെ വീടിന്റെ രേഖകളാണ്. ഇനി ആരും ഇത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കില്ല, ദേവൻഷ് പറഞ്ഞു. മുത്തശ്ശി അത്ഭുതത്തോടെ അനന്യയെ നോക്കി. അനന്യ നിശബ്ദമായിരുന്നു.
അവൾക്ക് ദേവൻഷിനോട് ദേഷ്യം കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ വിശ്വാസം തിരികെ കിട്ടാൻ അവൾക്ക് സമയമായിരുന്നു. ആ രാത്രി ദേവൻഷ് അവിടെ തന്നെ ഇരുന്നു. അവൻ തിരികെ തന്റെ ബംഗ്ലാവിലേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. നീ എപ്പോഴാണ് പോകുന്നത്? അനന്യ ചോദിച്ചു. നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. വേണമെങ്കിൽ പുറത്തെ തിണ്ണയിൽ ഞാൻ കിടന്നോളാം. എനിക്ക് ആ പഴയ ഭിക്ഷക്കാരന്റെ ജീവിതം മറക്കാൻ കഴിയില്ല, ദേവൻഷ് ശാന്തമായി പറഞ്ഞു. അനന്യയ്ക്ക് അത് കേട്ടപ്പോൾ ഉള്ളിൽ ഒരു വിങ്ങൽ തോന്നി. ലോകം മുഴുവൻ വണങ്ങുന്ന ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ തിണ്ണയിൽ കിടക്കാൻ തയ്യാറായിരിക്കുന്നു. അവന്റെ സ്നേഹം സത്യമാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ നഗരം ഉണർന്നത് മറ്റൊരു വാർത്തയുമായാണ്. സിംഗാനിയ ഗ്രൂപ്പിന്റെ 50% ഷെയറുകൾ ദേവൻ സിംഗാനിയ ഒരു പുതിയ ട്രസ്റ്റിന് കൈമാറിയിരിക്കുന്നു. അനന്യ ഫൗണ്ടേഷൻ. നഗരത്തിലെ എല്ലാ തള്ളുവണ്ടികൾക്കും തെരുവ് കച്ചവടക്കാർക്കും സുരക്ഷയും ഇൻഷുറൻസ് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി തന്റെ പകുതി സ്വത്ത് മാറ്റിവെച്ച് ദേവൻഷിനെ കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. അനന്യ ടിവിയിൽ ഈ വാർത്ത കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറ്റാരും അനുഭവിക്കരുത് എന്ന് ദേവൻഷ് ആഗ്രഹിക്കുന്നു. അവൻ മാറിയിരിക്കുന്നു. അവൻ തന്റെ പഴയ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായിരിക്കുന്നു. ദേവൻഷ് അവളുടെ മുന്നിൽ വന്ന് നിന്നു. ഇത്തവണ അവൻ സ്യൂട്ട് ധരിച്ചിരുന്നില്ല. ഒരു സാധാരണ കുർത്തിയും പൈജാമിയുമായിരുന്നു വേഷം. അനന്യ, ഈ പണമൊന്നും എന്നെ നിന്റെ അടുത്ത് നിന്ന് അകറ്റാൻ പാടില്ല. എനിക്ക് നിന്റെ പണം വേണ്ട, നിന്റെ പദവി വേണ്ട. എനിക്ക് ആ പഴയ ചായയും നിന്റെ ആത്മാർത്ഥമായ പുഞ്ചിരി മതി. നീ എന്നെ സ്വീകരിക്കുമോ? അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഓടിച്ചെന്ന് ദേവൻഷിനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല ദേവൻ, പക്ഷേ ഇനി ഒരിക്കലും എന്നോട് കള്ളം പറയരുത്. എനിക്ക് പണക്കാരനായ സിംഗാനിയയല്ല വേണ്ടത്, എനിക്ക് ദേവനെയാണ് വേണ്ടത്. ദേവൻഷ് അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ വാക്ക് നൽകുന്നു അനന്യ, ഇനി നമ്മുടെ ജീവിതത്തിൽ കള്ളങ്ങൾ ഉണ്ടാകില്ല. മുത്തശ്ശി അകത്തുനിന്ന് പുഞ്ചിരിച്ചു. കാത്തിരുന്ന വസന്തം അവരുടെ വീട്ടിലെത്തിയിരിക്കുന്നു. പക്ഷേ ഋഷഭും മയറിയും ജയിലിൽ ഇരുന്നുകൊണ്ട് അടുത്ത ചതി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദേവൻ സിംഗാനിയെ തകർക്കാൻ അവർ അവസാനത്തെ അടവ് പുറത്തെടുക്കാൻ ഒരുങ്ങുകയായിരുന്നു. മുംബൈ നഗരത്തിന്റെ ആകാശം ഇരുണ്ടു തന്നെ നിന്നു. ദേവൻസും അനന്യയും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു കോണിലുള്ള സെൻട്രൽ ജയിലിൽ പകയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. ഋഷഭും മയറിയും അവിടെ വെറുമൊരു തടവുകാരായിരുന്നില്ല. തങ്ങളെ ഈ നിലയിലാക്കിയവരോടുള്ള പ്രതികാരം അവരുടെ മനസ്സിൽ വിഷം പോലെ പടർന്നിരുന്നു. പണവും സ്വാധീനവും ഉപയോഗിച്ച് മയറുടെ പിതാവ് അവർക്ക് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഋഷഭ്, നമുക്ക് അധികകാലം ഇവിടെ കഴിയാനാവില്ല. ദേവൻ സിംഗാനിയും ആ തെരുവ് പെൺകുട്ടിയും സുഖമായി ജീവിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല, മയറ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു. പേടിക്കണ്ട മയറ. ഋഷഭിന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ജയിൽ ചാടുക എന്നത് എനിക്ക് വലിയ കാര്യമല്ല. ദേവൻഷിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആ അനന്യയാണല്ലോ. അവളെ ഇല്ലാതാക്കിയാൽ ദേവൻഷ് താനേ തകരും. അവന്റെ സാമ്രാജ്യം നമുക്ക് വീണ്ടും പിടിച്ചെടുക്കാം. അന്ന് രാത്രി പെയ്ത കനത്ത മഴയുടെ മറവിൽ ഋഷഭും ഏതാനും ഗുണ്ടകളും ജയിലിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പുറത്തിറങ്ങി. നഗരം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. അനന്യയുടെ കൊച്ചു വീട്. ദേവൻ സിംഗാനിയ ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നതെന്ന് അവർക്ക് അറിയാമായിരുന്നു. അനന്യയുടെ വീട്ടിൽ ആ സമയം സമാധാനം നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. മുത്തശ്ശി ഉറക്കത്തിലായിരുന്നു. ദേവൻഷും അനന്യയും വരാനിരിക്കുന്ന വിവാഹത്തെക്കുറിച്ചും പുതിയ ഫൗണ്ടേഷനെ കുറിച്ചും സംസാരിച്ചിരിക്കുകയായിരുന്നു. ദേവൻഷ്, എനിക്ക് ഇപ്പോഴും ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഒരു ഭിക്ഷക്കാരനായി വന്ന നിങ്ങൾ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അനന്യ ദേവൻഷിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അനന്യ, ഞാൻ നിനക്ക് പണമല്ല നൽകിയത്, പകരം എന്റെ ഹൃദയമാണ്. നീ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ സിംഗാനിയ ടവേഴ്സിലെ ഒരു യന്ത്രമായി മാറുമായിരുന്നു. ദേവൻഷ് വികാരധീനനായി പറഞ്ഞു. പെട്ടെന്നാണ് വീടിന്റെ മുൻവാതിൽ ആരൊക്കെയോ ചവിട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേട്ടത്. ദേവൻഷ് പെട്ടെന്ന് എഴുന്നേറ്റു. അകത്തേക്ക് ഇടിച്ചു കയറിയ ഋഷഭും അവന്റെ ഗുണ്ടകളുമായിരുന്നു. ഋഷഭിന്റെ കയ്യിൽ ഒരു തോക്കുമുണ്ടായിരുന്നു. ഋഷഭ്, നീ ഇതെങ്ങനെ പുറത്തിറങ്ങി? ദേവൻഷ് ഗർജിച്ചു. അവൻ അനന്യെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്താൻ ശ്രമിച്ചു. സിംഗാനിയ, നിന്റെ അധികാരം ഇവിടെ അവസാനിക്കുന്നു. ഋഷഭ് ക്രൂരമായി ചിരിച്ചു. നീ എന്നെ ജയിലിൽ അടച്ചു, എന്റെ പ്രശസ്തി നശിപ്പിച്ചു. ഇതിന് നീ വില നൽകേണ്ടി വരും. പക്ഷെ നിന്നെ കൊന്നാൽ അത് എനിക്ക് വലിയ സംതൃപ്തി നൽകില്ല. നിന്റെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് നിന്റെ ഈ പ്രാണനെ ഞാൻ ഇല്ലാതാക്കും. ഋഷഭ് തോക്ക് അനന്യക്ക് നേരെ ചൂണ്ടി. അനന്യ ഭയന്ന് ദേവൻഷിനെ മുറുക്കി പിടിച്ചു. ഋഷഭ്, നിനക്ക് എന്താണ് വേണ്ടത്? പണമോ ഷെയറുകളോ? എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം. അനന്യെ വിട്ടുതരണം. ദേവൻഷ് ശാന്തതയോട് ചോദിച്ചു. അവൻ സമയം കളയാനും അനന്യെ രക്ഷിക്കാനുമുള്ള കഴിവുകൾ ആലോചിക്കുകയായിരുന്നു. എനിക്ക് നിന്റെ പണമല്ല വേണ്ടത് ദേവൻഷ്, എനിക്ക് നിന്റെ തകർച്ചയാണ് കാണേണ്ടത്. ഋഷഭ് കാഞ്ചി വലിക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് ദേവൻഷ് ഒരു പുലിയെ പോലെ ഋഷഭിന് നേരെ ചാടി. തോക്ക് കൈക്കലാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു വെടിയൊച്ച ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. പക്ഷെ വെടിയേറ്റത് ആർക്കുമായിരുന്നില്ല. ദേവൻഷും ഋഷഭും തമ്മിൽ വലിയ മൽപ്പിടുത്തം നടന്നു. ഗുണ്ടകൾ അനന്യെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ കയ്യിൽ കിട്ടിയ മണ്ണെണ്ണ വിളക്കും പാത്രങ്ങളും ഉപയോഗിച്ച് അവരെ തടയാൻ ശ്രമിച്ചു. അനന്യ, ഓടൂ, പുറത്തുപോയി സഹായം തേടൂ, ദേവൻഷ് അലറി. അനന്യ വീടിന് പുറത്തേക്ക് ഓടി. ഋഷഭ് അവളുടെ പിന്നാലെ ഓടാൻ ശ്രമിച്ചെങ്കിലും ദേവൻഷ് അവന്റെ കാലിൽ മുറുകെ പിടിച്ചു. ഋഷഭ് തന്റെ തോക്കിന്റെ പിൻഭാഗം കൊണ്ട് ദേവൻഷിന്റെ തലയിൽ ആഞ്ഞടിച്ചു. ചോരയൊലിപ്പിച്ച് ദേവൻസ് തറയിലേക്ക് വീണു. ഗുണ്ടകൾ അനന്യെ വീടിന്റെ മുറ്റത്ത് വെച്ച് വളഞ്ഞു. മടിയിൽ കുതിർന്ന് അവൾ നിസ്സഹായായി നിന്നു. ഋഷഭ് ചോര പുരണ്ട മുഖവുമായി പുറത്തേക്ക് വന്നു. ഇനി ആര് വരും നിന്നെ രക്ഷിക്കാൻ അനന്യ? നിന്റെ ദേവൻ ഇതാ അവിടെ മരിച്ചു കിടക്കുന്നു.
ഋഷഭ് അനന്യയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവൾ നിലവിളിച്ചു. പെട്ടെന്ന് കവലയുടെ മറുവശത്ത് നിന്ന് ഒരു വലിയ ലൈറ്റ് തെളിഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ടോർച്ചുകളും വടികളുമായി അങ്ങോട്ട് വരുന്നത് കണ്ടു. അത് ആ കവലിലെ തള്ളുവണ്ടിക്കാരും സാധാരണക്കാരായ മനുഷ്യരുമായിരുന്നു. തങ്ങളുടെ അനന്യ ചേച്ചി അപകടത്തിലാണെന്ന് അറിഞ്ഞ് അവർ ഓടി വന്നതാണ്. ഋഷഭ്, അനന്യ വിടൂ! ആളുകൾ അലറി. ഋഷഭ് അമ്പരന്നു പോയി. അവൻ ഗുണ്ടകളോട് ആക്രമിക്കാൻ പറഞ്ഞു. പക്ഷെ സാധാരണക്കാരുടെ ആൾക്കൂട്ടത്തിന് മുന്നിൽ അവർ പതറിപ്പോയി. ഇതിനിടയിൽ ദേവൻഷ് എങ്ങനെയോ എഴുന്നേറ്റ് പുറത്തെത്തി. അവന്റെ തലയിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണുകളെ പ്രതികാരത്തിന്റെ അഗ്നിയായിരുന്നു. ദേവൻഷ് ഋഷഭിന്റെ കൈ പിടിച്ച് തിരിച്ചു തോക്ക് തറയിലേക്ക് തട്ടിയിട്ടു. ഒരൊറ്റയിടിയിൽ ഋഷഭ് മണ്ണിലേക്ക് വീണു. നീ കരുതിയത് നിനക്ക് പണം കൊണ്ട് ആളെ കൂട്ടാമെന്നാണോ? ഇതാ നോക്ക്, ഇവർ പണത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടി വന്നതാണ്. ദേവൻഷ് ഗർജിച്ചു. ജനക്കൂട്ടം ഋഷഭിനെയും ഗുണ്ടകളെയും വളഞ്ഞു. പോലീസ് ജീപ്പുകൾ സൈറൻ മുഴുക്കി അങ്ങോട്ട് വന്നു. ഗന്ന പോലീസിനെയും കൂട്ടി കൃത്യസമയത്ത് എത്തിയിരുന്നു. ഋഷഭിനെ പോലീസ് വീണ്ടും വിലങ്ങു വെച്ചു. മയറിയും പോലീസ് മറ്റൊരു സ്ഥലത്ത് വെച്ച് പിടികൂടിയിരുന്നു. ഋഷഭ് പോലീസിനോട് നിലവിളിച്ചു, എന്നെ കൊണ്ടുപോകൂ, ഇല്ലെങ്കിൽ ഇവരെ ഞാൻ കൊല്ലും. ജനക്കൂട്ടത്തിന്റെ രോഷം അത്രമേൽ വലുതായിരുന്നു. പോലീസ് അവരെ മാറ്റിക്കൊണ്ടുപോയി. അനന്യ ഓടിച്ചെന്ന് ദേവൻഷിനെ കെട്ടിപ്പിടിച്ചു. ദേവൻ, നിങ്ങളുടെ മുറിവ് ഇതൊന്നുമില്ല അനന്യ. ഇന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലായി. സിംഗാനിയ ഗ്രൂപ്പിന്റെ ബോഡി ഗാർഡുകളെക്കാൾ ശക്തി ഈ സാധാരണക്കാരുടെ സ്നേഹത്തിനാണ്. പണത്തെക്കാൾ വലിയ സംരക്ഷണം സ്നേഹം തന്നെയാണ്. ദേവൻഷ് അവളെ ചേർത്ത് പിടിച്ചു. മഴ നിഴലിച്ചിരുന്നു. നക്ഷത്രങ്ങൾ ആകാശത്ത് തെളിഞ്ഞു തുടങ്ങി. മരണത്തിന് തൊട്ടരികിൽ നിന്ന് അവർ രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് വിവാഹത്തിന്റെ മംഗള നിമിഷങ്ങളാണ്. പക്ഷെ വിവാഹ പന്തലിൽ ദേവൻ സിംഘാനിയ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്താനിരിക്കുകയായിരുന്നു. ഋഷഭ് ജയിലിലേക്ക് മടങ്ങിയതോടെ സൺസെറ്റ് പോയിന്റിലെ കരുനിഴൽ നീങ്ങി. നഗരം മുഴുവൻ ചർച്ച ചെയ്തത് ആ രാത്രിയിലെ പോരാട്ടത്തെ കുറിച്ചായിരുന്നു. പക്ഷേ ദേവൻസ് സിംഘാനിക്ക് അതൊരു വെറും വിജയമായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ പുതിയൊരു പാഠമായിരുന്നു. മുറിവേറ്റ തലയിൽ ബാൻഡേജുമായി ദേവൻഷ് പിറ്റേന്ന് രാവിലെ തന്നെ അനന്യയുടെ ചെറിയ വീടിന്റെ തിണ്ണയിലിരുന്നു. അവൻ സിംഘാനിയ ടവേഴ്സിലേക്ക് മടങ്ങിയില്ല. ദേവൻ, മുറി വേദനിക്കുന്നുണ്ടോ? അനന്യ ഒരു കപ്പ് ചായയുമായി അവന്റെ അരികിൽ വന്നു. ദേവൻഷ് ആ ചായ വാങ്ങി ഒരു സിപ്പ് എടുത്തു. ഈ വേദനയേക്കാൾ മധുരമുണ്ട് അനന്യ ഈ ചായക്ക്. കോടികൾ വിലമതിക്കുന്ന മരുന്നുകളെക്കാൾ വേഗത്തിൽ എന്നെ സുഖപ്പെടുത്തുന്നത് നിന്റെ ഈ കരുതലാണ്. അനന്യ പുഞ്ചിരിച്ചു. ഇന്ന് നമ്മുടെ വിവാഹമാണ്. വലിയൊരു കൊട്ടാരത്തിൽ നടക്കേണ്ട വിവാഹമായിരുന്നു ഇത്. പക്ഷെ സാഹചര്യം. പേടിക്കേണ്ട അനന്യ, ഈ വിവാഹം ലോകം മുഴുവൻ ശ്രദ്ധിക്കും. പക്ഷെ അത് നിന്റെ ആഗ്രഹപ്രകാരമായിരിക്കും, ദേവൻഷ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അന്ന് വൈകുന്നേരം നഗരത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലായ ഗ്രാൻഡ് പാലസ് ദീപാലങ്കാരങ്ങളാൽ മിന്നിത്തിളങ്ങി. നഗരത്തിലെ പ്രമുഖർ, ബിസിനസ് പ്രമുഖർ, മാധ്യമ പ്രവർത്തകർ എന്നിവർ അവിടെ തടിച്ചുകൂടി. എല്ലാവരും കാത്തിരുന്നത് സിംഘാനിയ ഗ്രൂപ്പിന്റെ ഏക അവകാശിയുടെ വിവാഹത്തിലായിരുന്നു. പക്ഷെ വിവാഹ മണ്ഡലത്തിൽ എത്തിയ അതിഥികൾ അത്ഭുതപ്പെട്ടുപോയി. ഹോട്ടലിന്റെ പ്രധാന ഹാളിന്റെ പകുതി ഭാഗം നഗരത്തിൽ വലിയ പണക്കാർക്കായി നീക്കി വെച്ചപ്പോൾ മറുഭാഗത്തിരുന്നത് സൺസെറ്റ് പോയിന്റിലെ തള്ളുവണ്ടിക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സാധാരണക്കാരായ തൊഴിലാളികളുമായിരുന്നു. പട്ടും വളയും ധരിച്ച സമ്പന്നരായ സ്ത്രീകൾക്കൊപ്പം തന്നെ സാധാരണ വസ്ത്രം ധരിച്ച അനന്യയുടെ സുഹൃത്തുക്കളും അവിടെ ആദരിക്കപ്പെട്ടു. ദേവൻഷ് ഒരു ലളിതമായ സിൽക്ക് കുർത്ത ധരിച്ച് വേദിയിലെത്തി. അനന്യ ചുവന്ന വിവാഹ പൊടിവിയൽ അതിസുന്ദരിയായിരുന്നു. മുത്തശ്ശിയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു നിന്നു. ഗന്ന സാക്ഷിയായി നിന്നു. അഗ്നി സാക്ഷിയായി ദേവൻഷ് അനന്യയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. ഹാളിൽ കരഘോഷം മുഴങ്ങി. വിവാഹത്തിന് ശേഷം എല്ലാവരും ദേവൻഷിന്റെ പ്രസംഗത്തിലേക്ക് കാത്തിരുന്നു. ദേവൻഷ് മൈക്രോഫോണിന് മുന്നിലെത്തി. അവന്റെ മുഖത്ത് ഒരു വലിയ തീരുമാനത്തിന്റെ ശാന്തതയുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ദേവൻഷ് സംസാരിച്ചു തുടങ്ങി. സിംഘാനിയ ഗ്രൂപ്പ് എന്നാൽ പണത്തിന്റെയും ലാഭത്തിന്റെയും മാത്രം അടയാളമാണെന്നാണ് നിങ്ങൾ ഇതുവരെ കരുതിയത്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ എനിക്ക് പുതിയ കാഴ്ചപ്പാട് നൽകി. ഒരു ഭിക്ഷക്കാരനായി ഞാൻ തെരുവിൽ ഇരുന്നപ്പോൾ എന്നെ സഹായിച്ചത് എന്റെ ബാങ്ക് ബാലൻസോ എന്റെ സെക്യൂരിറ്റിക്കാരോ അല്ല. പകരം ദാ ഇവിടെ ഇരിക്കുന്ന അനന്യെ പോലെ വലിയ മനസ്സുള്ള സാധാരണക്കാരാണ്. സദസ്സിൽ നിശബ്ദത പടർന്നു. ദേവൻഷ് തുടർന്നു. അതുകൊണ്ട് ഇന്ന് എന്റെ വിവാഹ ദിനത്തിൽ ഞാൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. സിംഘാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഇനി മുതൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കില്ല. ഇതിന്റെ 60% ലാഭവും ഇനി മുതൽ അനന്യ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകും. നഗരത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും സൗജന്യ ചികിത്സയും, കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും, ചെറുകിട കച്ചവടക്കാർക്ക് പലിശയില്ലാത്ത വായ്പയും ഈ ട്രസ്റ്റ് നൽകും. മാധ്യമ പ്രവർത്തകർ മിന്നൽ വേഗത്തിൽ ഈ വാർത്ത ലോകത്തെ അറിയിച്ചു. ദേവൻഷിന്റെ ഈ തീരുമാനം ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചു. പണത്തെക്കാൾ കൂടുതൽ മനുഷ്യത്വത്തിന് വില നൽകുന്ന ഒരു പുതിയ ബിസിനസ് മാതൃക അവൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. കൂടാതെ ദേവൻഷ് അനന്യയുടെ കൈ ചേർത്ത് പിടിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ എന്റെ CEO സ്ഥാനം രാജിവെക്കുകയാണ്. ഗന്നയായിരിക്കും കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത്. ഞാനും അനന്യയും വരും ദിവസങ്ങളിൽ നഗരത്തിലെ ചേരികളിലും തെരുവുകളിലും പ്രവർത്തിക്കും. പണമില്ലാത്തതിന്റെ പേരിൽ ആരും ചികിത്സ കിട്ടാതെ മരിക്കരുത്, ആരും വിശന്നുറങ്ങരുത്. അതായിരിക്കും ഇനി ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തന്റെ ദേവൻ ഇത്ര വലിയൊരു ത്യാഗം ചെയ്യുമെന്ന്. ഹാളിലിരുന്ന സാധാരണക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പണക്കാരും ദേവൻഷിന്റെ ആർജവത്തെ അഭിനന്ദിച്ചു.
വിവാഹം കഴിഞ്ഞു ഏതാനും മാസങ്ങൾ കടന്നുപോയി. നഗരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. സൺസെറ്റ് പോയിന്റിലെ പഴയ തള്ളുവണ്ടിക്കാരെല്ലാം ഇന്ന് മികച്ച രീതിയിലുള്ള ചെറിയ കടകളുടെ ഉടമകളാണ്. അനന്യയുടെ മുത്തശ്ശി പൂർണ്ണ ആരോഗ്യവതിയായി. ഋഷഭും മയറയും ജയിലിൽ തങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നു. മയറുടെ സമ്പത്തൊക്കെ നശിച്ചു. അവൾ ശരിക്കും ഒരു ഭിക്ഷാടകയുടെ മാനസികാവസ്ഥയിലായി. ഒരു വൈകുന്നേരം ദേവൻഷും അനന്യയും സൺസെറ്റ് പോയിന്റിലെ ആ പഴയ മരച്ചവട്ടിൽ ഇരിക്കുകയായിരുന്നു. ദേവൻഷ് പഴയതുപോലെ ഒരു സാധാരണ കുർത്തിയായിരുന്നു ധരിച്ചിരുന്നത്. ദേവൻ, ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉപേക്ഷിച്ചതിൽ നിനക്ക് എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ? അനന്യ ചോദിച്ചു. ദേവൻഷ് അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൻ തന്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് താഴെ വെച്ചു. സങ്കടമോ? ഒരിക്കലുമില്ല അനന്യ. അന്ന് ആ വലിയ ടവറിന്റെ 60-ാം നിലയിൽ ഇരുന്നപ്പോൾ എനിക്ക് ലഭിക്കാത്ത ഒരു സമാധാനം ഇന്ന് ഈ തെരുവിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. അന്ന് എനിക്ക് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സ്നേഹിച്ചത് എന്റെ പണത്തെയായിരുന്നു. ഇന്ന് എന്നെ കാണുന്നവർ എന്റെ കണ്ണുകളിൽ സ്നേഹത്തെയാണ് തിരിച്ചറിയുന്നത്. അവൻ അവളുടെ കൈകളിൽ മെല്ലെ തലോടി. നീ അന്ന് എനിക്ക് നൽകിയ ആ ഒരു പൊതി വടപ്പാവാണ് എന്നെ മാറ്റിയത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ മറ്റൊരു മനുഷ്യൻ കാണിക്കുന്ന ആ ചെറിയ കാരുണ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കോടിക്കണക്കിന് രൂപ കൊണ്ട് വാങ്ങാൻ കഴിയാത്തത് നിനക്ക് ആ പൊതിയിലൂടെ എനിക്ക് നൽകാൻ കഴിഞ്ഞു. അനന്യ അവന്റെ തോളിൽ തലചായിച്ചു. ദൂരെ സൺസെറ്റ് പോയിന്റിൽ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ആകാശത്ത് ചുവപ്പ് പടർന്നു. നഗരത്തിലെ തിരക്കുകൾക്ക് നടുവിൽ അവർ രണ്ടുപേരും തികച്ചും ശാന്തരായിരുന്നു. പണത്തിന്റെയും അഹങ്കാരത്തിന്റെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെയും ദയയുടെയും ഒരു പുതിയ സാമ്രാജ്യം അവർ പടുത്തുയർത്തി കഴിഞ്ഞു. ലോകത്തിന് ദേവൻ സിംഗാനിയ ഇപ്പോഴും ഒരു അത്ഭുതമാണ്. പണത്തിന് പിന്നാലെ ഓടാതെ മനുഷ്യത്വത്തിന് പിന്നിൽ നടന്ന കോടീശ്വരൻ. അനന്യയാകട്ടെ സ്നേഹത്തിന് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ച വിപ്ലവകാരിയും.